ഞാൻ മിലിറ്ററിയിലായിരുന്നു, കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തു. അവിടെ വെച്ചൊരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. പിന്നെ എനിക്ക് മുന്നോട്ടുള്ള പ്രവർത്തിക്ക് എൻ്റെ സീനിയർ ഓഫീസർ പറ്റില്ലാന്ന് പറഞ്ഞു. ഞാൻ വളരെ വിഷമിച്ചാണ് ആർമി വിട്ടു പോകുന്നത്. അപ്പോൾ ഞാൻ വെള്ളിമല എന്ന് പറഞ്ഞ ഡാമിൻ്റെ പമ്പ് ഓപ്പറേറ്ററാണ്. അവർ പറയുന്ന ഒരുപാട് അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ഈ ധീരതയ്ക്കുള്ള സ്വർണ്ണ മെഡൽ നേടിയ ആളാണ്, പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. എൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ രാത്രി പുറത്തിറങ്ങി നടക്കുമ്പോൾ ഭൂതപ്രേതാദികളുടെ രൂപം വരും. അതുകൊണ്ട് എനിക്ക് രാത്രി ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നാട്ടുകാർ മുഴുവൻ എന്നെ പേടിത്തുണ്ടാകുന്നത്. ഞാൻ എങ്ങനെയും ധീരനാണ്, എനിക്ക് സാധിക്കുമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ എനിക്കൊരു ധീരനായ എൻ്റെ വീര സാഹസികൃത്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം എന്നുള്ള ഒരു ശ്രമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. താങ്ക് യു സോ മച്ച്. സോ ഈ വേദിയിൽ 12 ജവാന്മാരുടെ സാന്നിധ്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി മ്യൂസിക് റിലീസ് നടക്കാൻ പോവുകയാണ്. കുറച്ച് അതിഥികളെ കൂടി നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. അവര് ജവാന്മാരല്ല, അല്ലാത്ത നമുക്ക് പ്രിയപ്പെട്ട മറ്റാളുകളാണ്. ഈ ജവാന്മാരാണ് ഈ CD പ്രകാശനം നടത്തുന്നത്. അതിനായി ആദ്യമേ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീ മമ്മൂട്ടി സാറിനെ തന്നെയാണ്. മമ്മുക്ക, പ്ലീസ് കം ടു ദ സ്റ്റേജ്. മമ്മുക്ക, ഈ ജവാന്മാരോട് മമ്മൂക്കയില്ലേ ചോദിച്ചത് നിങ്ങൾ ചോദിച്ചില്ല, ഇനിയിപ്പോ അവര് പറയുമ്പോൾ അതിനല്ലേ പറയാനുള്ളതിനെ കുറിച്ച് അല്ല, ഇവര് ഈ സിനിമയിലെ കഥാപാത്രമായിട്ട് അഭിനയിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു വലിയ വിഷമം ഇവരൊക്കെ പങ്കുവെച്ചപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിൽ തട്ടിപ്പോയതുകൊണ്ട് ഞാൻ നമ്മളെ ആളുകൾ ഇവര് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മഞ്ഞത്തും വെയിലത്തും ഞാനവിടെ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്, ഞാനും ഈ ദേവനും. കാശ്മീരിലൊക്കെ കാശ്മീർ താഴ്വരകളൊക്കെ ഭംഗിയുള്ള ഓറഞ്ചും റോസാപ്പൂക്കളൊക്കെ വെളുത്ത ഭംഗിയുള്ള കാശ്മീരല്ലാതെ ഇതൊന്നും കാണാനില്ലാതെ ആകാശവും ഭൂമിയും തിരിച്ചറിയാൻ പാടില്ലാത്തൊരു കാശ്മീർ നമുക്ക് കണ്ടു. അത് ഏകദേശം ഒരു 4 മാസം മഞ്ഞായിരിക്കും, കുറഞ്ഞത് 4-5 മാസം മഞ്ഞായിരിക്കും. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പോലും പറ്റില്ല, ആളുകൾ കണ്ടാൽ തിരിച്ചറിയും. ആ സമയത്ത് ഈ പരേഡും കാര്യങ്ങളൊക്കെ അപ്പോഴും ഉണ്ട്. വെയിലായാലും ശരി, മഴയായാലും ശരി, മഞ്ഞായാലും ശരി, ഏത് സമയത്താണ് യുദ്ധം വരുന്നതറിയില്ല. പലർക്കും കമ്മ്യൂണിക്കേഷൻ ഇല്ല. യുദ്ധമുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഈ ഓരോ പോസ്റ്റുകളിലും ഓരോ കുന്നിൻ്റെ മുകളിലും ഓരോ മലഞ്ചെരിവുകളിലും ഒക്കെ പോസ്റ്റായിരിക്കും. ഒരു ഫോൺ ഉണ്ടെങ്കിലായി, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ ഭക്ഷണം പോലും പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട് രക്ഷിക്കാനുള്ള നമ്മുടെ യുദ്ധവീരന്മാരാണ് ഇവരെല്ലാവരും, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ. ഇവരെയൊക്കെ നാട്ടിൻപുറത്ത് വരുമ്പോൾ നമ്മളൊന്നും യുദ്ധം കണ്ടിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾക്കൊന്നും ഇവരെ കൂടി പറ്റി. പക്ഷെ വടക്കേ ഇന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആരാധിക്കുന്നത് പട്ടാളക്കാരാണ്. നാട്ടിൽ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ പേടിയാണ്, അവരെ പേടിപ്പിച്ച് വെച്ചിട്ട് പട്ടാളക്കാർ പേടിപ്പെടുത്തുന്ന ആൾക്കാരായിട്ടല്ല, ഏറ്റവും കൂടുതൽ ധീരന്മാരായിട്ടുള്ള ആളുകളല്ലേ. ഞാൻ മരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പണിക്ക് പോകുന്നതെന്ന് അറിഞ്ഞ് തിരിച്ചവരാരെങ്കിലും ഉണ്ടോ നമ്മളോട്? ഇവര് തട്ടിപ്പോകുന്നത് ഉറപ്പിച്ച് പോകുന്നതാണ്. അല്ലാണ്ട് ഞാൻ അതിന്റെ കൂടെ അവിടെ ബോംബ് വരുമ്പോൾ അതിൻ്റെ ഇടയുടെ ഭൂമിക്കടെ കൂടെ എഴിഞ്ഞ് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു പോകുന്നവരല്ല. ജീവിതം പണയം വെച്ച് നമ്മുടെ നാടിന് വേണ്ടി നെഞ്ചു വിരിച്ചു കൊടുക്കുന്ന ആളുകളാണ്. നമ്മളെന്തുകൊണ്ട് പട്ടാളത്തിൽ പോകുന്നില്ല? നമ്മൾ പേടിച്ചു തൊണ്ടന്മാരാണ്, നമ്മൾ പോകില്ല, നമുക്ക് മരിക്കാൻ പേടിയാണ്, നമ്മൾ പോകുന്നില്ല. ഇവർക്ക് മരിക്കാൻ ഭയമില്ലാത്തവർ, അത്രത്തോളം ധീരന്മാര് നമ്മുടെ നാട്ടിൽ സാധാരണ ഗുണ്ടകൾ പോലും അങ്ങനെ ഇറങ്ങി ആരെയും തല്ലുന്ന ആൾക്കാർ തിരിച്ച് തല്ലില്ല എന്നുള്ള ധൈര്യത്തിലാണ് അവരിറങ്ങും. ഇവരങ്ങനെയല്ല, ബോംബ് പൊട്ടി തോക്കുകൊണ്ട് വെടിവെച്ചാൽ നെഞ്ചത്തോണ്ട പൊട്ടും, ആൾ തട്ടും. ആ പേടി ആ വിവരം നല്ലോണം അറിയാവുന്നവർ. നമുക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് ഇവരെ തന്നെയാണ്. പക്ഷേ യുദ്ധം എന്തിന് എന്നുള്ള ഫിലോസഫി അല്ല നമ്മൾ ആലോചിക്കും. യുദ്ധമുണ്ടായാൽ നമ്മളെ സംരക്ഷിക്കുകയും നമുക്ക് അകത്തും പുറത്തുമുള്ള ശത്രുക്കളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുന്ന ഈ ജവാന്മാർക്കുള്ള ഒരു വലിയ സല്യൂട്ടാണ് ജവാന്മാർ.